ആഗ്രഹിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് വരുന്ന തലമുറയുടെ സുരക്ഷിതത്വത്തിനു വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന അമ്മമാരുടെ നെറ്റിയിലുള്ള കുങ്കുമപ്പൊട്ടും ചന്ദനക്കുറിയും മായാതെ സംരക്ഷിക്കണം. ഇവിടെ എത്തിയിട്ടുള്ള സഹോദരിമാരുടെ നെറ്റിയിലെ ചന്ദനക്കുറിയും കുങ്കുമപ്പൊട്ടും മായാതെ ഇരിക്കണം. വരുന്ന തലമുറയ്ക്ക് സ്വതന്ത്രമായി അവരുടെ വിശ്വാസം മനസ്സിലുറപ്പിച്ച് അവരുടെ ആചാരവും അനുഷ്ഠാനവും സ്വാതന്ത്ര്യത്തോടെ കൊണ്ടു നടക്കാനുള്ള ഒരു സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ടാവണം. പ്രിയമുള്ളവരെ, നമ്മുടെ ആചാരം ഹനിക്കപ്പെടുന്ന തരത്തിലേക്ക് മാറുകയാണ്. നമ്മുടെ സംസ്കാരത്തിന് നേരെ കടന്നാക്രമണം വരികയാണ്. അത്തരം ശക്തികളെ സഹായിക്കുന്നവരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും. ഈ നാട് സുരക്ഷിതമായി ഇരിക്കരുതെന്ന് കരുതുന്നവരുടെ സഹായികളാണ് ഐക്യജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും. ഈ നാട് അസ്ഥിരപ്പെട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന വിധ്വംസക വിഘടന ശക്തികളുടെ സഹയാത്രികരാണ് ഐക്യജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും. അതുകൊണ്ടാണ് നമുക്ക് രണ്ടാമതൊരു ചോദ്യം ഉയർത്തേണ്ടത്: വരുന്ന തലമുറ സുരക്ഷിതരായിരിക്കണമോ? നമ്മുടെ ആചാരവും അനുഷ്ഠാനവും സംസ്കാരവും മണ്ണിട്ട് മൂടുന്ന തരത്തിലേക്കുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകണമോ? ആ ചോദ്യം ഉയർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ വരുന്ന തലമുറയുടെ ഭാവിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഈ ഐക്യജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പരാജയപ്പെടേണ്ടത് അനിവാര്യതയാണ്. ഈ നാടിന്റെ നിലനിൽപ്പിന്, ഈ നാടിന്റെ പുരോഗതിക്ക്, ഈ നാടിന്റെ സമാധാനത്തിന് ഈ കക്ഷികൾ ശിഥിലമാകേണ്ടതും പരാജയപ്പെടേണ്ടതും അനിവാര്യമാണ്. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ട്, ജനക്ഷേമ പദ്ധതികളുടെ പറഞ്ഞാൽ തീരാത്ത പട്ടിക ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട് സാധിക്കണം. യാതൊരു സംശയവും വേണ്ട, വൈകി വരുന്ന സ്ഥാനാർത്ഥി, ലേറ്റായി വരുന്ന സ്ഥാനാർത്ഥി ലേറ്റസ്റ്റായി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കരുത്തനായ സ്ഥാനാർത്ഥി അവതരിപ്പിച്ചുകൊണ്ട് ഈ രണ്ട് മുന്നണികൾക്കുമെതിരായ പോരാട്ടത്തിന്റെ പോർമുഖത്ത് നമുക്ക് മുന്നേറാൻ കഴിയുന്ന, കരുത്തു പകരുന്ന സങ്കേതമായി ഈ ഓഫീസ് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനെല്ലാവരുടെയും സഹായവും സഹകരണവും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഓഫീസിന്റെ ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഇന്ത്യയുടെ മറ്റ് നേതാക്കന്മാരെല്ലാം, ശിവസേനയുടെയും ജനതാ പാർട്ടിയുടെയും എസ് ഡിയുടെയും അടക്കം പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഇന്ന് ഈ വേദിയിലുണ്ട്. എല്ലാവരും ഇപ്പോൾ സ്റ്റേജിൽ വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഏറെ സന്തോഷകരമായിട്ടുള്ളത്, BJPയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് C. രാജേന്ദ്രൻ സാറ് നമ്മളോടൊപ്പം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പങ്കാളിയാകാൻ അദ്ദേഹവും ഇവിടെ. ബാക്കിയുള്ളവരുടെ പേര് ഞാൻ എടുത്തു പറയുന്നു. ഈ ഘട്ടത്തിൽ ഇവിടെ കൊല്ലം നിയമസഭയിലെ ഒക്കെ മത്സരിച്ചിട്ടുള്ള രാജേന്ദ്രൻ സാർ അടക്കമുള്ളവർ നമ്മളെ അനുഗ്രഹിക്കാൻ, ആശീർവദിക്കാൻ ഇവിടെയുണ്ട്. ഘടകകക്ഷികളിലെ മറ്റെല്ലാ നേതാക്കന്മാരും ഞാൻ നമ്മൾ ഒരുമിച്ച് NDAയുടെ യോഗം കൂടിയിരുന്നു. അവിടെയും അവരുടെ അഭിപ്രായങ്ങൾ പറയുകയുണ്ടായി. അത്തരത്തിലുള്ളതുകൊണ്ട് വളരെ വിപുലമായ ഒരു യോഗമായി ഇത് നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ആശംസ അറിയിക്കാനായിട്ട് ശ്യാം സാറിനെ ക്ഷണിക്കും. ആരാധനായ യോഗത്തിൻ്റെ അധ്യക്ഷൻ NDAയുടെ ചെയർമാൻ ഗോകുമാർ സാർ, NDAയുടെ ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത ഭാരതീയ ജനതാ പാർട്ടിയുടെ ദക്ഷിണ മേഖലാ അധ്യക്ഷനും ഇവിടുത്തെ ഇലക്ഷൻ ഇൻചാർജായ ശ്രീ സോമൻ, അതുപോലെ NDAയുടെ ജില്ലാ കൺവീനർ ശ്രീ സത്യജിത് സിജി, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ആസന്നമായ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങളും ആ തിരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട മുദ്രാവാക്യങ്ങളും ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളുമൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ചില കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഈ പറയുന്ന തല്ലിപ്പൊളി ഒരു മുന്നണി, NDA മുന്നണിയിൽ ലോകാരാധ്യനായ ഒരു പ്രധാനമന്ത്രി നമ്മുടെ കയ്യിലുണ്ട്. അത് മറ്റാർക്കും ഇല്ലാത്തതാണ്. ഈ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യവും പ്രധാനമന്ത്രിയുടെ ഭരണപരമായ വിജയ നേട്ടങ്ങളും മറ്റാർക്കും ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഇവിടെ സൂചിപ്പിച്ചു, 400-ലധികം 500-ഓളം പദ്ധതികൾ നടപ്പിലാക്കി വിജയിപ്പിച്ച് എന്താണോ മഹാത്മജി സ്വപ്നം കണ്ടത്, സമ്പൂർണ്ണ ഗ്രാമസ്വരാജ്, ഒരു ഗ്രാമങ്ങൾ വികസിച്ചെങ്കിൽ മാത്രമേ രാഷ്ട്രം വികസിക്കുകയുള്ളൂ എന്ന ഗാന്ധിജിയുടെ സ്വപ്നം നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞു. ഓരോ ഗ്രാമത്തിലും ആളുകൾക്ക് കയറിക്കിടക്കാൻ വീട് വേണം, കുടിവെള്ളം വേണം, ഗ്രാമീണ റോഡുകൾ വേണം, ആശുപത്രി വേണം, വിദ്യാലയങ്ങൾ വേണം എന്ന് വേണ്ട സകല സംവിധാനങ്ങളും ഒരുക്കി സമ്പൂർണ്ണമായ ഗ്രാമസ്വരാജിൻ്റെ തുടക്കം അദ്ദേഹം കുറിച്ചു കഴിഞ്ഞു.
ഈ സന്ദർഭത്തിൽ ഓരോ ഘട്ടങ്ങളിലുമുള്ള വിജയഗാഥകൾ കൊണ്ട് നമുക്കറിയാൻ സാധിക്കും. 20 ലക്ഷം ആളുകൾക്കാണ് കേരളത്തിൽ കുടിവെള്ളം കിട്ടിയിട്ടുള്ളത്. അതുപോലെ 20,000-ലധികം ആളുകൾക്ക് നമുക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് 5 ലക്ഷത്തിലധികം ആളുകൾക്ക്, ആ കണക്കിന് എന്തൊരു വ്യത്യാസമുണ്ട്, കർഷകരുടെ ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കർഷകർക്ക് ആനുകൂല്യം, പാവപ്പെട്ടവർക്ക് ഗ്യാസ്, വീട്, സൗജന്യ ഭക്ഷണം 5 കിലോഗ്രാം വീതം സൗജന്യമായി ഫ്രീ ഭക്ഷണം ഓരോ വ്യക്തികൾക്കും കിട്ടുന്നുണ്ട്. 80 കോടി ആളുകൾക്ക് അത് മോദി നൽകുന്ന ഗ്യാരണ്ടിയാണ്. പട്ടിണിയില്ലാത്ത ഭാരതം എന്നുള്ളതും ഗ്യാരണ്ടിയാണ്. അതുകൂടാതെ ഇപ്പോൾ 29 രൂപയ്ക്ക് ഭാരത റൈസ് ഇവിടെ വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പട്ടിണിയില്ലാത്ത ഭാരതം, വികസന സ്വപ്നമായ ഭാരതം, രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഏറ്റവും ഇന്ന് പത്രത്തിൽ വായിച്ചു, സോമാലിയൻ കടലിൽ കടൽ കൊള്ളക്കാർ 44 കപ്പൽ ജീവനക്കാരെ റാഞ്ചി. 1 മാസം മുമ്പായിരുന്നു സംഭവം നടന്നത്. ഇന്ത്യയുടെ നാവികസേന ഇന്നലെ ഈ 44 കടൽ കൊള്ളക്കാരെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് ലോക സമാധാനത്തിനും നമ്മൾ മുൻകൈയെടുത്തുകൊണ്ട് ആ കപ്പലിലെ ആളുകളെ അറസ്റ്റ് ചെയ്തു, ആ കപ്പൽ മോചിപ്പിച്ചു. ആ കപ്പലിന് അകമ്പടിയായി മറ്റൊരാക്രമണം ഉണ്ടാകാതെ ഭാരതത്തിൻ്റെ നാവികസേന ഇപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ചുറ്റുപാടുമുള്ള വികസനങ്ങളും ലോകത്തിനാവശ്യമായ മാർഗനിർദ്ദേശവും നൽകിക്കൊണ്ടാണ് G20 ഉച്ചകോടിയുടെ അധ്യക്ഷ സ്ഥാനം ഒഴിയുമ്പോൾ ലോക നേതാവായി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി മാറിക്കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങൾ മാത്രം പോലെ ജനങ്ങളിൽ എത്തിക്കേണ്ടത്, ജനങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ എത്തിക്കാനുണ്ട്. അതിവിടെ ചർച്ച ചെയ്യപ്പെടാത്ത വിഷയങ്ങളുണ്ട്. ഏതാണ്ട് 1 മാസം മുമ്പ് ഈരാറ്റുപേട്ടയിൽ ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ 25-ലധികം പോപ്പുലർ ഫ്രണ്ട്മാരെ ഇരച്ചു കയറി ആ പള്ളിയുടെ മുറ്റത്ത് നിന്നിരുന്ന ആ പുരോഹിതനെ തലങ്ങും വിലങ്ങും തകർത്ത് കളഞ്ഞു. നമ്മുടെ പ്രധാനമന്ത്രി ഇന്നലെ പത്തനംതിട്ടയിൽ ആ പ്രസംഗം സൂചിപ്പിച്ചു. ഒരു ചാനലും പറയുന്നില്ല. ന്യൂനപക്ഷ പ്രേമം പറഞ്ഞ്, ന്യൂനപക്ഷ പ്രീണനം പറഞ്ഞ് BJP വർഗീയ പാർട്ടിയാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ നടക്കുന്ന കോൺഗ്രസ്സുകാരനോടും കമ്മ്യൂണിസ്റ്റുകാരനോടും ചോദിക്കണം, ഈ കാര്യത്തിൽ നിങ്ങളുടെ നിലപാടെന്താണ്? പാലാ ബിഷപ്പിനെ ആക്രമിച്ചു. ബിഷപ്പിനെ ആക്രമിച്ചിട്ട് കേസെടുത്ത ആരുടെ പേരിലാണ്? ബിഷപ്പിന്റെ പേരിലാണ് കേസെടുത്തത്. ഇന്നലെ ഇതേപോലെ ഒട്ടേറെ സംഭവവികാസങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. ഇവിടെ ബഹുമാന്യ ഉദ്ഘാടകൻ സൂചിപ്പിച്ചു, നമ്മുടെ സഹോദരിമാരുടെ ചന്ദനക്കുറിയും ഈ സിന്ദൂരപ്പൊട്ടും മായാതെ കഴിയണമെങ്കിൽ അവിടെ അദ്ദേഹം ഉദ്ദേശിച്ചത് രഞ്ജിത്ത് ശ്രീനിവാസൻ അടക്കമുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുടെ ആ കൊലയാളി സംഘത്തെ നിലയ്ക്ക് നിർത്തണമെങ്കിൽ ഈ രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലും ശക്തമായി വരേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഭാഗത്ത് വികസനം, മറുഭാഗത്ത് ജനങ്ങളുടെ സുരക്ഷ, ഈ പറയുന്ന രീതിയിൽ ജനങ്ങളെ മുഴുവൻ, കലാലയങ്ങൾ മുഴുവൻ എന്തൊരു കലാപശാലകളായി മാറിക്കഴിഞ്ഞു. നമ്മൾ കണ്ടല്ലോ, ഒരു വിദ്യാർത്ഥിയെ ഇടിച്ച് നിരപ്പാക്കി കെട്ടി തൂക്കിയിട്ട് ഇങ്ങനെ ഒരു സംവിധാനം ഈ കേരളത്തിലില്ലാതെ എവിടെ നടക്കുന്നത്? സ്വന്തം പാർട്ടി പ്രവർത്തകൻ നമ്മുടെ അഭിമന്യുവിനെ കൊന്ന കേസിലെ ഫയലുകൾ കോടതിയിൽ നിന്ന് വരെ അടിച്ചു മാറ്റി. നിരവധി കേസുകളുടെ UAPA കേസുകളുടെ രേഖകൾ കോടതികളിൽ നിന്ന് പോലും അടിച്ചു മാറ്റാൻ കഴിയുന്ന മോഷ്ടിച്ചുകൊണ്ടുപോയി തെളിവുകൾ നശിപ്പിച്ച് ഈ രാജ്യത്തെ രാജ്യദ്രോഹികൾ നിറഞ്ഞാടുകയാണ്. ഇതിനെതിരെ ഒരക്ഷരം മിണ്ടാത്ത ഇടതു വലത് മുന്നണികളെയും നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ തുറന്നു കാട്ടേണ്ടതുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ചരിത്രപരമായ ഒരു വിജയം കേരളത്തിലുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. പരിഭ്രാന്തരായി കോൺഗ്രസും CPM-ഉം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്, വിലഭ്യം പറയുകയാണ്. അതുകൊണ്ട് ആത്മവിശ്വാസത്തോടെ നരേന്ദ്രമോദിയുടെ നേതൃത്വം, അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, കേരളത്തിലെ അരാജകത്വം, കേരളത്തിൻ്റെ കടം, സാമ്പത്തിക തകർച്ച, ഇങ്ങനെ തുടങ്ങിയ ഒട്ടേറെ വിഷയങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു പുതിയ ഭാരതം കെട്ടിപ്പടുക്കുമ്പോൾ കേരളവും അതിനനുസരിച്ച് വളരാനും വികസിക്കാനും അഭിമാനത്തോടെ ജീവിക്കാനും ഈ ഓരോ ഭാരതീയനെയും സജ്ജമാക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് ഉത്സവത്തിൽ എല്ലാവരും ഭാഗഭാക്കായി ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ കൊല്ലത്തു നിന്നും വരാൻ പോകുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി അക്ഷീണം പരിശ്രമിച്ചുകൊണ്ട് വിജയം സമ്മാനിക്കാൻ നമുക്ക് കഴിയട്ടെ. അതിനെല്ലാവരും എത്തിക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ യോഗം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഒരറിയിപ്പുണ്ട്. നാളെ വൈകിട്ട് 5 മണിക്ക് കൊല്ലം കടപ്പാക്കട 4:30
ആ 4:30 മണി കൊല്ലം കടപ്പാക്കട സ്പോർട്സ് ക്ലബ്ബിൽ ഏഷ്യാനെറ്റിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയുണ്ട്. ഇപ്പോൾ ചർച്ചയെ പ്രതികരിച്ച് ഞാനാണ് പാർട്ടിക്ക് വേണ്ടി NDAക്ക് വേണ്ടി പങ്കെടുക്കുന്നത്. സെൻട്രലിൽ നിന്ന് വന്നിരിക്കുന്ന ഈ 60 വർഷം വന്നിരിക്കുന്ന കേരളത്തിലേക്ക് വന്ന ഫണ്ടിനേക്കാൾ കൂടുതലാണ് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് എത്തുകയും അതിലേറെ വികസനം ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും നമ്മുടെ രാജ്യം വികസിക്കുകയും നമ്മുടെ ഈ കൊച്ചു കേരളം മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ചിട്ട് വലിയ വികസനമാണ് നരേന്ദ്രമോദി സർക്കാർ നമുക്ക് നൽകിയിരിക്കുന്നത്. ഇനി അത് ഉണ്ടാകും. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി നിന്ന് ഇവിടെ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും അത് നമ്മൾ NDAയുടെ കീഴിൽ നിന്നുകൊണ്ട് ഘടകകക്ഷികളെന്ന് ഒരു മാറ്റവും ഇല്ലാതെ എല്ലാവരും നമ്മളെല്ലാം ഒന്നാണെന്നുള്ള ഒറ്റ മനസ്സിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എവിടെയെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കണം. ഈ മത്സരത്തെ നമുക്ക് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന തരത്തിലുള്ള തൻ്റെ ഇടത്തോടുകൂടി നിന്ന് തന്നെ എല്ലാവരും നിന്ന് നമ്മുടെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ സാധിക്കണം. കൊല്ലത്ത് ഇതുവരെയും സ്ഥാനാർത്ഥി ആയിട്ടില്ല. അതിൻ്റെ പേരിൽ പല ചർച്ചകളുമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ കടപ്പുറത്ത് നമ്മുടെ ചർച്ചയിൽ അദ്ദേഹത്തിന് മറ്റ് പാർട്ടിക്കാരെല്ലാം പറയുന്നത് കേട്ടു. അപ്പോൾ അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മറുപടി കൊടുത്തു. നിങ്ങൾക്കാകെ ഈ കുറച്ച് പേരെ മാത്രം പ്രഖ്യാപിച്ചാൽ മതി. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. ഇന്ത്യയിൽ മൊത്തത്തിലാണ് നമുക്ക് പ്രഖ്യാപിക്കേണ്ടത്. അതിന് കുറച്ച് സമയം തന്നെ എടുക്കും. ആലോചിച്ച് തന്നെ നിർത്തിയിട്ടും നമ്മളിവിടെ നിർത്തിയിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി പോലും മോശക്കാരായിട്ടുള്ള ഒരാളുമില്ല. ഇനി നിർത്താൻ പോകുന്ന ആൾക്കാർ അങ്ങനെ തന്നെയായിരിക്കും. അപ്പം നമ്മുടെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും വേണ്ടിയിട്ട് നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് അതിന് പ്രവർത്തിക്കണമെന്ന് മാത്രം ഞാൻ പറയുന്നു. എൻ്റെ കർത്തവ്യം സ്വാഗതം പറയുക എന്നുള്ളതാണ്. വളരെയേറെ സന്തോഷത്തോടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ BB കോമർ സാറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം പറയുന്നു. വളരെയേറെ സന്തോഷത്തോടെ സോമൻ ചേട്ടനെ യോഗത്തിലേക്ക് സ്വാഗതം പറയുന്നു. വളരെയേറെ സന്തോഷത്തോടെ ശ്യാം സാറിനെ സ്വാഗതം പറയുന്നു. ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഘടകകക്ഷിയിലെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും നമ്മുടെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും മീഡിയയുടെ എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യ നമ്മുടെ ഇന്നത്തെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനം പാർട്ടിയുടെ ദക്ഷിണ മേഖലയുടെ പ്രസിഡന്റും കൊല്ലം ലോകസഭാ ഇൻചാർജുമായിട്ടുള്ള ശ്രീ സോമചേട്ടൻ, ബഹുമാന്യായ NDAയുടെ ജില്ലയുടെ കൺവീനർ ശ്രീ സന്ദീപ് പശയിൽ, ബഹുമാന്യ പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗം ശ്രീ ശ്യാംകുമാർ സാറ്, NDAയുടെ ബഹുമാനരായ നേതാക്കന്മാർ, സഹപ്രവർത്തകരെ, കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ കേന്ദ്രീകൃത ഓഫീസിൻ്റെ ഉദ്ഘാടനമാണ് അല്പം മുമ്പ് ശ്രീ സോമചേട്ടൻ നിർവഹിച്ചത്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ NDAയുടെ സ്ഥാനാർത്ഥി വിജയിക്കുവാനുള്ള എല്ലാ രാഷ്ട്രീയ സാഹചര്യവും നമുക്ക് അനുകൂലമാണ്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ചർച്ചാ വിഷയമാകുന്നത് ശ്രീ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അത് ജനങ്ങളുമായിട്ട് ആശയവിനിമയം നടത്തുക, ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള എല്ലാ വികസന പദ്ധതികളെയും സംബന്ധിച്ച് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ വീടുകളിലും എത്തിയ സന്ദേശം എത്തിക്കുക. അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെന്റിനെതിരായുള്ള ഒരു വലിയ ജനവികാരം നമ്മുടെ മുന്നിലുണ്ട്. ആ സംസ്ഥാന ഗവൺമെന്റിനെ 100% രാഷ്ട്രീയപരമായി സഹകരണം കൊടുക്കുന്ന UDFന്റെ ചിത്രവും നമ്മുടെ മുന്നിലുണ്ട്. ഈ രണ്ടു മുന്നണികളും ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നിൽക്കുന്നത്. ഇന്നിപ്പോൾ മഹാരാഷ്ട്രയിൽ നടക്കുന്ന സമ്മേളനത്തിൽ CPMന്റെയും CPIയുടെയും നേതാക്കന്മാർ പങ്കെടുക്കുന്നില്ല എന്ന് പറയുന്നു. അവർ പറഞ്ഞത് കേരളത്തിൽ ഞങ്ങൾ വ്യത്യസ്ത ചേരിയിൽ മത്സരിക്കുന്നതുകൊണ്ട് അവിടെ പങ്കെടുക്കുന്നില്ല എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ രണ്ടു മുന്നണികളുടെയും കപട രാഷ്ട്രീയ നാടകം കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ, കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ നമുക്ക് കൃത്യമായും ആ സന്ദേശം എത്തിക്കുവാൻ നമുക്ക് കഴിയണം. ലോകാരാധ്യനായ നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസവും പത്തനംതിട്ടയിൽ പറഞ്ഞത് കേരളത്തിൽ ഇത്തവണ 2 അക്ക സീറ്റിലേക്ക് NDA BJP എത്തുമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ യാഥാർത്ഥ്യമാക്കി മാറ്റുക എന്നുള്ളതാണ് ഓരോ NDA പ്രവർത്തകരുടെയും കടമയും ഉത്തരവാദിത്വവും. ആ കടമയും ഉത്തരവാദിത്വവും നിർവഹിച്ചുകൊണ്ട് തന്നെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ NDAയുടെ സ്ഥാനാർത്ഥി വിജയിക്കുന്ന തരത്തിലേക്ക് ഒരു പുതിയ രാഷ്ട്രീയ ചരിത്രം കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വത്തിന് നേതൃത്വം കൊടുക്കുന്നവരാണ് ഈ ഇരിക്കുന്ന നമ്മളെല്ലാവരും. ആ ഉത്തരവാദിത്വം പ്രധാനമന്ത്രിയുടെ ആ വാക്കുകൾ കേരളത്തിന്റെ മണ്ണിൽ യാഥാർത്ഥ്യമാക്കുവാനുള്ള
ഒരു കടുത്ത പോരാട്ടത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനായ സോമൻചേട്ടനെ ക്ഷണിക്കുന്നു. JP നല്ല പണിയാണുള്ളത്. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കൊല്ലം ജില്ലയുടെ കൺവീനർ, കൊല്ലം ലോക്സഭാ മണ്ഡലത്തിന്റെ കൺവീനർ കൂടിയായിട്ടുള്ള പാർട്ടി ജില്ലാ അധ്യക്ഷൻ ശ്രീ BB ഗോപകുമാർ അവർ, NDAയുടെ ജില്ലാ കൺവീനർ BDJSന്റെ ബഹുമാനായ ജില്ലാ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ശ്രീ സന്ദീപ് പച്ചയിൽ, ഇവിടെ സന്നിഹിതനായിരിക്കുന്ന പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗം ആദരണീയനായ ശ്രീ MS ശ്യാമകുമാർ അവർ, ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ മറ്റ് ഘടകകക്ഷികളുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ, സഹപ്രവർത്തകർ, മാധ്യമ സുഹൃത്തുക്കൾ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മുടെ കൊല്ലം ലോക്സഭയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ഈ സന്ദർഭത്തിൽ ഔപചാരികമായി നിർവഹിച്ചതായി നിങ്ങളെ അറിയിക്കുകയാണ്. നാം ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്ന മുദ്രാവാക്യം മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്നതാണ്. പുതിയ കേരളത്തിന്റെ അനിവാര്യതയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണ വിഷയമായി നാം ഉയർത്തുന്നത്. നമ്മുടെ കേരളം ഇന്ന് മീനച്ചൂടിൽ ചുട്ടുപൊള്ളുകയാണ്. 54 നദികളുള്ള കേരളം, 540 കിലോമീറ്റർ പ്രദേശം തീരദേശമുള്ള കേരളം, വർഷത്തിൽ 7-8 മാസക്കാലം മഴ ലഭിക്കുന്ന കേരളം വരണ്ടു പൊള്ളുകയാണ്. കുടിവെള്ളത്തിന് വേണ്ടി ഈ നാട്ടിലെ സാധാരണക്കാരൻ പരക്കം പായുകയാണ്. അവരാകെ ആശ്രയിക്കുന്നത് നരേന്ദ്രമോദി നൽകിയിട്ടുള്ള ജൽജീവൻ പദ്ധതിയിലെ ശുദ്ധജല പദ്ധതികളെയാണ്. അത് അട്ടിമറിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ നടത്തുന്ന ശ്രമങ്ങളുണ്ട്. നമുക്ക് ഈ ലോക്സഭയിലെ വോട്ടർമാരോട് ആ കാര്യം കണക്കുകളടക്കം നിരത്തിക്കൊണ്ട് പറയേണ്ടതായിട്ടുണ്ട്. ഇത്രയേറെ ജലസമൃദ്ധമായ കേരളം എന്തുകൊണ്ട് വരണ്ടുപോയി? മലയാളി കുടിവെള്ളത്തിനായി കുപ്പിവെള്ളത്തെ ആശ്രയിക്കേണ്ട ദുരവസ്ഥ കേരളത്തിന് എങ്ങനെയുണ്ടായി? ഇവിടെ ആരംഭിച്ച ജലവിതരണ പദ്ധതികളുടെ വർത്തമാനകാല സാഹചര്യം എന്താണ്? നമുക്ക് ഈ കണക്കുകൾ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഓരോ പദ്ധതികളും ആസൂത്രണം ചെയ്യുമ്പോൾ അപ്പോൾ നിശ്ചയിക്കുന്ന തുകയ്ക്കും അപ്പുറത്തേക്ക് 10 മടങ്ങ് വർധനവോടെ വീണ്ടും പദ്ധതികൾ പുനർനിർവചിക്കുകയും പൂർത്തീകരിക്കുമ്പോൾ വീണ്ടും അതിന്റെ 10 മടങ്ങ് ഖജനാവിൽ നിന്ന് കാലിയാക്കുകയും ചെയ്യുമ്പോൾ നാം ഇന്ന് കോടികളുടെ കണക്കിൽ കടക്കെണിയിൽപ്പെട്ട് നിൽക്കുന്ന ഒരു വർത്തമാനകാല സാഹചര്യമുണ്ട്. അയൽ സംസ്ഥാനത്ത് നിന്ന് പച്ചക്കറി വണ്ടി എത്തിയില്ല എങ്കിൽ ഈ കേരളത്തിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്. ഈ നാട് മാറി മാറി ഭരിച്ചവർ, ഇടതുമുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും കേരളം മാറി മാറി ഭരിച്ചപ്പോ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങൾക്കും, നിത്യോപയോഗ സാധനങ്ങൾക്കും എന്തേ കേരളം അയൽ സംസ്ഥാനത്തെ ആശ്രയിക്കുന്ന ഒരു പരാശ്രയ സംസ്ഥാനത്തിന്റെ പട്ടികയിൽപ്പെട്ടു എന്ന ചോദ്യം ഉയർത്തണം. ഇവിടുത്തെ MP വളരെ പ്രഗത്ഭനായ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുപോയെന്നു എന്ന് അവകാശപ്പെടുമ്പോ ഇവിടുത്തെ സർക്കാരിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന സ്ഥാനാർത്ഥി മുറ്റത്തൊരു കൃഷി, മുറ്റത്തൊരു മുറം പച്ചക്കറി, മട്ടുപ്പാവ് കൃഷി എന്നെല്ലാം പറഞ്ഞ് കാലങ്ങളായി കൃഷി വകുപ്പിലൂടെ കോടികൾ ചെലവഴിക്കുമ്പോൾ ഓണത്തിന് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും പച്ചക്കറി വണ്ടി വന്നില്ലെങ്കിൽ നമുക്ക് വിഭവസമൃദ്ധമായ സദ്യ കഴിക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്.
മലയാളി പെൺകുട്ടിയെ കതിർ മണ്ഡപത്തിലേക്ക് കൈപിടിച്ച് കയറ്റുമ്പോൾ ദക്ഷിണ കൊടുക്കാനുള്ള വെറ്റിലയും അടക്കയും അയൽ സംസ്ഥാനത്ത് നിന്ന് വരണം. നമ്മുടെ മക്കളുടെയും സഹോദരിമാരുടെയും വിവാഹവേദിയിൽ കതിർമണ്ഡപം അലങ്കരിക്കാനുള്ള പൂവടക്കം അയൽ സംസ്ഥാനത്തെ ആശ്രയിക്കേണ്ട ഒരു പരാശ്രയ സംസ്ഥാനത്തിന്റെ പട്ടികയിലേക്ക് ഈ കേരളത്തെ കൊണ്ട് എത്തിച്ചവരാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ചു വരുന്നത്. നമുക്ക് അവരോട് പറയാനുള്ള കണക്കുണ്ട്. അതാണ് പ്രിയമുള്ളവരെ, ഒരു പുതിയ കേരളം നരേന്ദ്രമോദി ഇവിടെ പടുത്തുയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന് ഇവിടെ നിന്ന് ജനപ്രതിനിധികളെ, നരേന്ദ്രമോദിയെ അനുകൂലിക്കുന്ന ജനപ്രതിനിധികളെ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടണം എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്യുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഞാൻ